നമസ്കാരം. പൗരത്വ ഭേദഗതി ബിൽ എന്താണ്? പൗരത്വ ഭേദഗതി ബിൽ ഈ സംശയം പലർക്കുമുണ്ട്. ഇപ്പോഴും 1955 പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം അഥവാ CAA, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് പൂർണ്ണരൂപം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരാവകാശം നൽകുന്നതാണ് പൗരത്വ ഭേദഗതി ബിൽ. ഇതിനു മുൻപ് ഏറ്റവും കുറഞ്ഞത് 11 വർഷമെങ്കിലും രാജ്യത്ത് സ്ഥിര താമസമാക്കിയവർക്ക് മാത്രമായിരുന്നു പൗരത്വം നൽകിയിരുന്നത്. എന്നാൽ പുതിയ നിയമം വരുന്നതോടെ ഇത് 6 വർഷമായി ചുരുങ്ങും. വിസയും പാസ്പോർട്ടും അടക്കമുള്ള രേഖകളില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഇന്ത്യയിൽ താമസിക്കുന്നവരെ ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരായാണ് കണക്കാക്കുന്നത്. 1946 വിദേശി നിയമം, 1920 പാസ്പോർട്ട് എൻട്രി നിയമം എന്നിവയനുസരിച്ച് അനധികൃത കുടിയേറ്റം ശിക്ഷാർഹമാണ്. എന്നാൽ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരെ 2015-2016 വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനങ്ങളിലൂടെ ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കുകയും ഇന്ത്യയിൽ തന്നെ താമസിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഇങ്ങനെ താമസിക്കുന്നവർക്ക് പൗരാവകാശം നൽകാനുള്ളതാണ് പുതിയ പൗരത്വ നിയമ ഭേദഗതി. പൗരത്വ നിയമം ലംഘിക്കുന്ന വിദേശികളായ ഇന്ത്യൻ പൗരത്വമുള്ളവരുടെ OCI രജിസ്ട്രേഷൻ റദ്ദാക്കാനും പുതിയ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകൾക്ക് ഈ ബിൽ ബാധകമാകില്ല. കൂടാതെ അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമുള്ള സ്ഥാനങ്ങളും ബില്ലിന്റെ പരിധിയിൽപ്പെടുന്നില്ല. പൗരത്വ ഭേദഗതി ബിൽ നിലവിൽ വരുന്നതോടെ വിദേശികൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ കൂടി അനുമതിയോടെ മാത്രമേ ഇന്ത്യൻ പൗരത്വം നൽകുകയുള്ളൂ എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. പൗരത്വത്തിനു വേണ്ടിയുള്ള ഓരോ അപേക്ഷയും അതാതിടങ്ങളിലെ ഡെപ്യൂട്ടി കമ്മീഷണറോ ജില്ലാ മജിസ്ട്രേറ്റോ സൂക്ഷ്മമായി പരിശോധിച്ച് അന്വേഷണം നടത്തണം എന്നാണ് ചട്ടം. സംസ്ഥാന സർക്കാരുകളും സമാനമായ തരത്തിൽ അന്വേഷണം നടത്തണം. ഇങ്ങനെ കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി മുതൽ ഇന്ത്യൻ പൗരത്വം നൽകുകയുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുകയാണ് BJP. മറ്റുള്ള പാർട്ടികൾ വാഗ്ദാനം മാത്രം നൽകുമ്പോൾ പറയുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുകയാണ് BJP. 2014 BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ബിൽ. ആ വാഗ്ദാനമാണ് BJP 10 വർഷങ്ങൾക്കിപ്പുറം നടപ്പിലാക്കുന്നത്. 2016 ജൂലൈ 19 പൗരത്വ ഭേദഗതി ബിൽ ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അതേ വർഷം ഓഗസ്റ്റ് 12 ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറുകയും 2019 ജനുവരി 7 സമിതി റിപ്പോർട്ട് നൽകുകയും പിറ്റേന്ന്, അതായത് 2019 ജനുവരി 8 ബില്ല് ലോക്സഭ പാസാക്കുകയും ചെയ്തു. എന്നാൽ ബില്ല് രാജ്യസഭയിൽ പാസാക്കാതിരുന്ന സാഹചര്യത്തിൽ 16ാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ബില്ല് അസാധുവാക്കുകയും ചെയ്തു. എന്നാൽ ഡിസംബർ 4 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബില്ല് 9-ാം തീയതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 311 വോട്ടുകൾക്ക് ലോക്സഭയിൽ ഈ ബില്ല് പാസാക്കിയിരുന്നു. ആസാമിലെ ജനങ്ങളുടെ പൗരത്വം സ്ഥിരപ്പെടുത്തുന്നത് സംബന്ധിച്ച ദേശീയ പൗരത്വ രജിസ്റ്ററിലെ അന്തിമ കരട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചപ്പോൾ 40,70,000 പേർ പുറത്തായിരുന്നു. ഇത് വലിയ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. ആസാമിലെ പൗരത്വ വിഷയം ദേശീയ തലത്തിൽ രാഷ്ട്രീയമാനം കൈവരിച്ചു എന്ന് മാത്രമല്ല, രാജ്യത്തിന് മുന്നിലുള്ള മാനുഷിക പ്രശ്നങ്ങളായി അത് മാറുകയും ചെയ്തു. അന്തിമ പട്ടിക തയ്യാറായിട്ടില്ലെങ്കിലും കരട് രജിസ്റ്ററിൽ പുറത്തായവരിൽ 28 ലക്ഷം ഹിന്ദുക്കളും 10 ലക്ഷം മുസ്ലിങ്ങളുമുണ്ട്. ബാക്കിയുള്ളവർ മറ്റു മതവിഭാഗങ്ങളിൽപ്പെടുന്നവരാണ്. അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയിലാണ് ഇവരെ സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ നിയമ ഭേദഗതി അനുസരിച്ച് ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ജൈന, പാഴ്സി, ബുദ്ധ, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പൗരത്വം ലഭിക്കും. മുസ്ലിങ്ങളെക്കുറിച്ച് ബില്ലിൽ പരാമർശിക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ അവർ ഒഴിവാക്കുകയും ചെയ്യും. ഇങ്ങനെ പൗരത്വ നിയമ ഭേദഗതി ബില്ല് പ്രാബല്യത്തിലാകുന്നതോടെ ആസാമിലെ 10 ലക്ഷം മുസ്ലിങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുകയും ചെയ്യും എന്നാണ് എതിരാളികൾ പറയുന്നത്. എന്തായാലും കൃത്യമായ ആസൂത്രണത്തിനും പഠനത്തിനും ശേഷമാണ് കേന്ദ്ര സർക്കാർ ഈ നിയമം പാസാക്കിയത് എന്നുറപ്പാണ്.